ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. രണ്ട് ടോപ്പിക്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു ആ രണ്ട് ടോപ്പിക്സ്? ഒന്ന് ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് പഠിച്ചു, ചാർജിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഓഫ് ചാർജ് ആണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. എല്ലാവരും റീകളക്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 കൂടെ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, രണ്ടാമത് പഠിച്ചത് ഇലക്ട്രിക് കറന്റിനെ കുറിച്ചാണ്. ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ചാർജസ് ആണ് ഇൻ ജനറൽ. പക്ഷെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കറന്റ് ഫ്ലോയിങ് ത്രൂ മെറ്റൽസിനെ കുറിച്ചാണ്. സെമി കണ്ടക്ടേഴ്സോ ഇലക്ട്രോലൈറ്റ്സോ ഒന്നും നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ മെറ്റൽസ് ആണ്. ഓക്കെ, കറന്റ് എന്ന് പറയുന്നത് മെറ്റൽസിലൂടെ നമുക്ക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് തന്നെ പറയാം. മെറ്റൽസ് ആണ് സാധാരണ നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ, അല്ലെ? കോപ്പർ, അലൂമിനിയം പോലെയുള്ള ആളുകളാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? മെറ്റൽസിന് ഇലക്ട്രോൺസിന് ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ മെറ്റൽ സർഫസിൽ ഫ്രീ ഇലക്ട്രോൺസ് ധാരാളമായിട്ടുണ്ടാവും. ഫ്രീ ഇലക്ട്രോൺസ് വെച്ചാൽ എന്താ? എല്ലാ ആറ്റത്തിനകത്തും ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം, അല്ലെ? ഫ്രീ ഇലക്ട്രോൺസ് വെച്ചാൽ ആറ്റത്തിന്റെ സ്ട്രക്ചറിൽ നിന്ന് പുറത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അതായത് ഷെൽസിൽ നിന്ന് വിട്ടു വന്ന് നിൽക്കുന്ന ആൾക്കാരെയാണ്, ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെറ്റൽസിനകത്ത് ധാരാളമായിട്ട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ടാണ് അവ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആയത്. പക്ഷെ ഇത്രയധികം ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു കോപ്പർ പീസ് വെറുതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടോ? ഇലക്ട്രിക് കറന്റ് ഉണ്ടോ? ഇല്ല, അല്ലെ? ഒരു കോപ്പർ പീസ് വെറുതെ വെച്ചിരുന്നാൽ അതിൽ ഇലക്ട്രിക് കറന്റ് ഇല്ല. അതിൽ ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ട് അപ്പോഴും. പക്ഷെ ഇലക്ട്രിക് കറന്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോപ്പറിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യണം. അതിന്റെ കാരണം എന്തായിരിക്കും? കാരണം അവിടെ ഒരു കറന്റ് ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം എന്ന് പറയും. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു പുതിയ ടേം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പത്തില്, നമ്മൾ ഈ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഒന്നും അധികം കണ്ടിട്ടില്ല, പക്ഷെ വെള്ളത്തിന്റെ ഫ്ലോ നമ്മൾ നന്നായിട്ട് കണ്ടിട്ടുള്ളതാണ്, അല്ലെ? വെള്ളം എന്ന് പറയുന്നത് ഒഴുകാൻ, ഫ്ലോ ചെയ്യാൻ ടെൻഡൻസി ഉള്ള ഒരു വസ്തുവാണ്. പക്ഷെ നമ്മളൊരു പൈപ്പിനകത്ത്, ഒരു പൈപ്പിനകത്ത് വെള്ളം എടുത്തു. ഇത് ഭയങ്കര ഒരു ലെവലിംഗ് എടുത്തു വെച്ചിട്ട് കറക്റ്റ് എക്സാക്ട്ലി ദ സെയിം ഹൈറ്റിലാണ് ഈ രണ്ട് എൻഡും ഈ പൈപ്പിന്റെ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഈക്വൽ ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വാട്ടർ കനോട്ട് ഫ്ലോ ത്രൂ ഇറ്റ്, അല്ലെ? ഈവൻ ദോ വാട്ടർ ഈസ് ഹാവിംഗ് എ ടെൻഡൻസി ടു ഫ്ലോ, വെരി മച്ച് ഹാവിംഗ് ദ ടെൻഡൻസി ടു ഫ്ലോ, പക്ഷെ വെള്ളം എന്ത് ചെയ്യില്ല? ഫ്ലോ ചെയ്യില്ല. ഇത് ഒരേ ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഇത് വെള്ളം ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ പൈപ്പിനെ നമ്മൾ ഒരു എൻഡിനെ കുറച്ചൊന്ന് താഴ്ത്തി കൊണ്ടുവരണം, അല്ലെ? ഈ ഒരു പൈപ്പിനെ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുവാണെങ്കിൽ, അപ്പൊ ഇവിടെ ഒരു ഹൈറ്റ്, ഇവിടെ ഒരു കുറഞ്ഞ ഹൈറ്റ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ടർ വിൽ ഫ്ലോ ത്രൂ ഇറ്റ്. അതായത് ഇവിടെ ഒരു ഹൈറ്റ് ഡിഫറൻസ് വരുമ്പോഴാണ് വെള്ളത്തിന് ഫ്ലോ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ there should be a potential difference. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്, അതായത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഈ പോസിറ്റീവ് ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 കൂളോംബ് ആയിരിക്കും. അപ്പോൾ ഈ ടെസ്റ്റ് ചാർജിന്റെ പേര് യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് എന്നാണ്. ഓക്കെ, നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇലക്ട്രിക് ഫീൽഡും ഒക്കെ മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് എടുക്കുന്നത് ഒരു ടെസ്റ്റ് ചാർജിന്റെയാണ്. ഓക്കെ, ആ ചാർജിന്റെ പേരാണ് ടെസ്റ്റ് ചാർജ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, വാല്യൂ 1 കൂളോംബ് ആയിരിക്കും ഒരു പോയിന്റിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇവിടെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, നമ്മളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഉണ്ട്. അപ്പൊ ഈ 1 കൂളോംബ് ഓഫ് ചാർജിനെ ഈ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലോട്ട് നമ്മൾ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് ടു മൂവ് ദ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി, സം വർക്ക് ഹാസ് ടു ബി ഡൺ, അല്ലെ? ഈ ടെസ്റ്റ് ചാർജിനെ ക്യാരി ചെയ്ത് ഇവിടെ വരെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി ഡൂയിങ് സം വർക്ക്, അല്ലെ? ദ എമൗണ്ട് ഓഫ് വർക്ക് required to bring a unit positive test charge from point A to the point B is known as potential difference. അപ്പോൾ potential difference എന്ന് വെച്ചാൽ it is the amount of work. എന്തിനാവശ്യമുള്ള വർക്കാണ്? required to bring a unit positive test charge from one point to another point. ഈ potential difference എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ അറ്റ് എ, പൊട്ടൻഷ്യലിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ V. പൊട്ടൻഷ്യൽ അറ്റ് എനെ ഞാൻ VA എന്ന് എഴുതുവാണ്, പൊട്ടൻഷ്യൽ അറ്റ് ബിനെ VB എന്ന് എഴുതുവാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ എപ്പോഴും എന്തായിരിക്കും? ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്, അല്ലെ? അപ്പൊ VB മൈനസ് VA, അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. VB മൈനസ് VA will be equal to amount of work per charge. So ചാർജ് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ Q ആണ്. സോ W ഡിവൈഡഡ് ബൈ Q എന്നാണ് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഫോർമുല എഴുതാൻ പറ്റുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കുലർ സിമ്പിൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ.
Okay, so delta V is equal to W divided by Q. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലായി. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. അത് കണ്ടുപിടിക്കാനുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഡിവൈഡഡ് ബൈ ക്യൂ. ഡബ്ല്യു എന്ന് പറയുന്നത് വർക്ക് ആണ്, ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് ഡെഫിനേഷൻ മനസ്സിലായി, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ മനസ്സിലായി. അതിനുശേഷം നമുക്ക് എന്ത് മനസ്സിലാക്കണം? എസ് ഐ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. എസ് ഐ യൂണിറ്റ് ഓഫ് ഡബ്ല്യു, വർക്കിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ചാർജിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് കുളോംബ് ആണ്. അപ്പൊ ജൂൾ പെർ കുളോംബ് എന്നുള്ളതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ എസ് ഐ യൂണിറ്റ്. നമ്മൾ ഇലക്ട്രിക് കറന്റിന്റെ എസ് ഐ യൂണിറ്റ് എന്താന്ന് പഠിച്ചു? കുളോം പെർ സെക്കൻഡ് ആണ്. പക്ഷെ അതിനൊരു സിംഗിൾ യൂണിറ്റ് ഉണ്ടായിരുന്നു, അതാണ് ആംപിയർ. അതുപോലെ ജൂൾ പെർ കുളോംബ് ഇസ് എസ് ഐ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ ജൂൾ പെർ കുളോംബ് കൂടാതെ ഒരു സിംഗിൾ യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് അളക്കാറുണ്ട്. അതിന്റെ പേരാണ് വോൾട്ട്. വോൾട്ട് എന്ന് എഴുതാനായിട്ട് ക്യാപിറ്റൽ വി എന്ന് പറയുന്ന സിമ്പിൾ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 2V എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 2 വോൾട്ട് എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. ഓക്കെ, so let's recap once again. What is potential difference? It is the amount of work required to bring a unit positive test charge from one point to another point. Delta V എന്നുള്ളതാണ് symbol of potential difference, which will be equal to W divided by Q. Joule per coulomb എന്നുള്ളതാണ് അതിന്റെ SI unit, അല്ലെങ്കിൽ നമുക്ക് വോൾട്ട് എന്നും കൂടെ എഴുതാം. ഈ വോൾട്ട് എന്ന് പറയുമ്പോൾ define 1 volt എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. Okay, what is SI unit of potential difference and write the definition of it എന്ന് ചോദിക്കും. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനേഷൻ ഇസ് വോൾട്ട്. ഈ വോൾട്ടിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോർമുല തന്നെ ഉപയോഗിക്കാം. എന്താണ് ഫോർമുല അനുസരിച്ച് പറയുന്നത്? ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഡിവൈഡഡ് ബൈ ക്യൂ. സപ്പോസ് ഡബ്ല്യു എന്ന് പറയുന്നത് 1 ജൂൾ ആണെന്ന് വിചാരിക്കാം. വർക്ക് റിക്വയർഡ് ഇസ് 1 ജൂൾ ആൻഡ് ദ ചാർജ് ഇസ് 1 കുളൂം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 1 വോൾട്ട്. റൈറ്റ്? അപ്പൊ ഇത്രയും എഴുതിയ ഈ ഒരു സംഗതിയെ നമുക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആക്കി മാറ്റുവാണെങ്കിൽ എന്ത് പറയാം? ഡെഫിനിഷൻ ഓഫ് 1 വോൾട്ട് എന്ന് പറയാം. 1 volt is equal to what? Delta V. അപ്പൊ 1 volt can be defined as the delta V stands for potential difference, right? So 1 volt can be defined as the potential difference if 1 joule of work is required to bring 1 coulomb of charge from one point to another point. അതായത് ഒരു ജൂൾ ഓഫ് വർക്ക് ആണ് ഒരു കുളോംബ് ഓഫ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് 1 വോൾട്ട് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സോ 1 വോൾട്ട് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇഫ് 1 joule of work is required to bring 1 coulomb of charge from one point to another point. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ്. ഇനി ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുമ്പോൾ ഞാൻ വി എ വി ബി എന്നൊക്കെ എഴുതി. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ദാറ്റ് ഇസ് പൊട്ടൻഷ്യൽ അറ്റ് എ, പൊട്ടൻഷ്യൽ അറ്റ് ബി എന്നൊക്കെ ഉള്ളത്. രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞത്. ഇനി ഇഫ് ഐ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ, ഓക്കെ, പൊട്ടൻഷ്യൽ എ എന്ന് പറയുന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിന്റേ ഉള്ളൂ അല്ലെ. അപ്പോ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു പോയിന്റിന്റെ ഹെൽപ്പ് എടുക്കുന്നു. ആ പോയിന്റ് ആണ് ഇൻഫിനിറ്റി, വളരെ ദൂരത്തുള്ള ഒരു പോയിന്റ്. ഓക്കെ, ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി, വി ഇൻഫിനിറ്റി, will always take it as 0 in physics. Okay, ഫിസിക്സില് ഇൻഫിനിറ്റിയിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ എപ്പോഴും 0 ആയിട്ടാണ് സങ്കല്പിക്കുക. ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ഈ നമ്മൾ എടുക്കുന്ന പോയിന്റ്, കൺസിഡർ ചെയ്യുന്ന പോയിന്റിനേക്കാളും വളരെ ദൂരത്തിലുള്ള മറ്റൊരു പോയിന്റ്, അത്രേ അതിന്റെ അർത്ഥമുള്ളൂ കേട്ടോ. അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് എ ഗിവൺ പോയിന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തത്? എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. ഇവിടെ ഈ 1 പോയിന്റ് എന്നുള്ളതിന് പകരം നമ്മൾ എന്തെടുക്കുന്നു? ഇൻഫിനിറ്റി എടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് എ ഗിവൺ പോയിന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദ ഗിവൺ പോയിന്റ്. ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് കൊണ്ടുവരാനായിട്ട് നമ്മൾ എത്രത്തോളം വർക്ക് ആണോ ആവശ്യമുള്ളത്, ആ വർക്കിനെയാണ് പൊട്ടൻഷ്യൽ അറ്റ് ദ ഗിവൺ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ വി ഇസ് ഈക്വൽ ടു W divided by Q. പൊട്ടൻഷ്യലിന്റെ ഫോർമുലയും W divided by Q ആണ്. ഇവിടുത്തെ W എന്ന് പറയുന്നത് വർക്ക് റിക്വയർഡ് ടു ബ്രിങ് ദ ചാർജ് ഫ്രം പോയിന്റ് എ ടു ഇൻഫിനിറ്റി. എയിൽ നിന്ന് ഇൻഫിനിറ്റിയിലോട്ട് അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലോട്ട് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡിവൈഡഡ് ബൈ the amount of charge. Okay, ഈ W V is equal to W by Q വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഓക്കെ,
പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പൊ ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, if 2 joule of work is required to bring 4 coulomb of charge from A to B, what is BBA? Potential difference between B and A എത്രയാണെന്ന് ചോദിക്കാം. ഓക്കെ, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 2 joule of work. അപ്പൊ W is equal to 2 joule എന്ന് പറഞ്ഞിട്ടുണ്ട്. ചാർജ് is equal to 4 coulomb എന്ന് പറഞ്ഞിട്ടുണ്ട്. VBA പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. It is nothing but W divided by Q, which is equal to 2 divided by 4, 1 by 2, which means 0.5 volt. Okay, ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കൂടാതെ നമുക്ക് പല രീതിയിലും ഈ V equal to W by Q യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാനുണ്ട്. പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കണ്ടക്ടറിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോഴാണ് കറണ്ട് ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോഴാണ് കറണ്ട് ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞു. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, ഈ കണ്ടക്ടറിന് മൊത്തത്തിൽ പോസിറ്റീവ് ചാർജ് ആണുള്ളത്. ഓക്കെ, ഇവിടെ മൊത്തം പോസിറ്റീവ് ചാർജ് ആണ്. ഈ എൻഡിൽ 0 ആണ് അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ 10 വോൾട്ട് ആണ് ഈ ഒരു എൻഡിലെ പൊട്ടൻഷ്യൽ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആണെന്ന് വിചാരിക്കാം. അപ്പോ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺ ഇസ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ, റൈറ്റ്? ഇലക്ട്രോൺസ് എപ്പോഴും പോസിറ്റീവ് ചാർജിന്റെ സൈഡിലോട്ടാണ് അട്രാക്റ്റഡ് ആവുക. സോ ദിസ് ഇലക്ട്രോൺ വിൽ മൂവ് ഫ്രം ദിസ് സൈഡ് ടു ദിസ് സൈഡ്. ഈ സൈഡ് എന്ന് വെച്ചാൽ എന്താ? ദിസ് ഈസ് ലോവർ പൊട്ടൻഷ്യൽ ആൻഡ് ദിസ് ഈസ് ഹയർ പൊട്ടൻഷ്യൽ. അപ്പൊ ഇലക്ട്രോൺസ് എപ്പോഴും ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലോട്ടായിരിക്കും മൂവ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് കറന്റിന്റെ കൺവെൻഷണൽ ഡയറക്ഷൻ പഠിച്ചിരുന്നു. ഡയറക്ഷൻ ഓഫ് കറന്റ് വിൽ ബി ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് മൂവ് ചെയ്യുക? കറന്റ് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ ഓഫ് കറന്റ് വിൽ ബി ഓൾവേസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അതായത് നമ്മൾ വെള്ളത്തിന്റെ കേസ് പറഞ്ഞതുപോലെ വെള്ളം എവിടുന്ന് എങ്ങോട്ടാ മൂവ് ചെയ്യുക? ഹൈറ്റിൽ നിന്ന് ലോവർ ഹൈറ്റിലോട്ടാണ് പോവുക, അല്ലെ? ഹൈറ്റുള്ള സ്ഥലത്ത് നിന്ന് ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നത്. അതുപോലെ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ടായിരിക്കും ഇലക്ട്രിക് കറന്റിന്റെ ഫ്ലോവും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഓംസ് ലോ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്, വിച്ച് റെഗുലേറ്റ്സ് ദ ഫ്ലോ ഓഫ് കറന്റ് ത്രൂ എ മെറ്റാലിക് കണ്ടക്ടർ. മെറ്റാലിക് കണ്ടക്ടർ ഓർത്ത് വയ്ക്കുക. ഓംസ് ലോ എന്ന് പറയുന്നത് എല്ലാ ഇലക്ട്രിസിറ്റിനെയും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ലോ അല്ല. ഏത് മെറ്റീരിയൽസിലൂടെയുള്ള ഫ്ലോ ഓഫ് ചാർജ് അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ V ആൻഡ് I is not going to be obeyed by Ohm's law. Ohm's law is obeyed only by metallic conductors. അതുകൊണ്ട് തന്നെ മെറ്റാലിക് കണ്ടക്ടേഴ്സിന് നമ്മൾ ഓമിക് മെറ്റീരിയൽസ് എന്ന് പറയാറുണ്ട്. മെറ്റൽസ് ആണ് ഓംസ് ലോ പൊതുവിൽ ഒബേ ചെയ്യുന്നത്. ഓക്കെ, ഓംസ് ലോ പറയുന്നത് ഇതാണ്: the potential difference across the ends of a metallic conductor is directly proportional to the amount of current flowing through the conductor, provided the temperature and other physical conditions remains the same. പറയുമ്പോൾ കുറച്ച് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നുന്നു. ഞാൻ അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒന്ന് എഴുതി കാണിക്കാം. ഡെൽറ്റ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ വി എന്ന് നമുക്ക് എഴുതാം പൊട്ടൻഷ്യൽ, which is directly proportional to current. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിനെയാണ് നമ്മളൊന്ന് വലുതാക്കി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതേണ്ടത്. വി എന്ന് വെച്ചാൽ എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് എ മെറ്റാലിക് കണ്ടക്ടർ. നമുക്കൊരു മെറ്റാലിക് കണ്ടക്ടർ ഉണ്ട്. ഈ മെറ്റാലിക് കണ്ടക്ടറിന്റെ എൻഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് is directly proportional to the amount of current flowing through the conductor. ഈ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറന്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എല്ലായ്പ്പോഴും ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവില്ല. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവണമെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. ടെമ്പറേച്ചർ മസ്റ്റ് ബി റിമൈനിങ് ദ സെയിം, അല്ലെങ്കിൽ മറ്റുള്ള ഫിസിക്കൽ കണ്ടീഷൻസ്, പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആയിട്ട് വെച്ചിരുന്നാലാണ് V is directly proportional to I. Potential difference is directly proportional to current. അതിന്റെ കാരണം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു 10 വോൾട്ട് 0 വോൾട്ട്. അപ്പൊ കുറെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആയി. ഇനി ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഞാൻ ഇൻക്രീസ് ചെയ്തിട്ട് കുറേയും കൂടെ പോസിറ്റീവ് ചാർജ് ഇവിടെ വെച്ചിട്ട് 20 വോൾട്ട് ആക്കി എന്ന് വിചാരിക്കുക. അപ്പൊ 10 വോൾട്ടിലൂടെ പോകുമ്പോൾ കറന്റ് I ആയിരുന്നു. ഇനി ഇവിടെ ഞാൻ 20 വോൾട്ട് വെച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കുറേയും കൂടെ പോസിറ്റീവ് ചാർജ് ആണല്ലേ. അപ്പൊ കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ഇറ്റ്. മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഫ്ലോയിങ് ടു ദിസ് സൈഡ്. മോർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോയിങ്,
more will be the amount of current. അല്ലെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ current will also increase. Directly proportional എന്ന് വെച്ചാൽ അതാണ് അർത്ഥം. അല്ലെ? V proportional to I. The potential difference is directly proportional to current flowing through the conductor provided temperature and other physical conditions remains the same. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമുക്കൊരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിനെ കൊണ്ടുവരാം. അതാണ് R എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റിന്റെ പേരാണ് റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ it is a property of a conductor by virtue of which it will try to oppose the flow of charges. ഈ ചാർജ് ഫ്ലോ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ചാർജിന്റെ ഫ്ലോയിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയുടെ പേരാണ് റെസിസ്റ്റൻസ് എന്നുള്ളത്. അപ്പൊ ഒരു കണ്ടക്ടറിലൂടെ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അതിനർത്ഥം അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം. റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ കുറച്ച് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യും എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ എൻഡ്സ് ഓഫ് എ മെറ്റാലിക് കണ്ടക്ടർ is directly proportional to the amount of current flowing through it. V is equal to I into R. ഇവിടെ R എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. അതിന്റെ പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി V is equal to I into R എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ കൂട്ടിക്കഴിഞ്ഞാൽ കറന്റ് വിൽ ഓൾസോ ഇൻക്രീസ്, പൊട്ടൻഷ്യൽ കുറച്ചു കഴിഞ്ഞാൽ കറന്റ് വിൽ ഓൾസോ ഡിക്രീസ്. ഈ ഒരു റിലേഷനെ നമുക്കൊരു ഗ്രാഫ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി V എന്ന് പറയുന്നത് y ആക്സിസിലും കറന്റിനെ നമുക്ക് x ആക്സിസിലും എടുക്കാം. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ 0 ആവുന്ന സമയത്ത് കറന്റ് വിൽ ഓൾസോ ബി 0. വെൻ ദ പൊട്ടൻഷ്യൽ ഇൻക്രീസസ്, ഇത് 10 വോൾട്ട് ആക്കി എന്ന് വിചാരിക്കുക. സോ ദാറ്റ് ടൈം കറന്റ് മേ ബി 1 ആംപിയർ. 20 വോൾട്ട് ആക്കുവാണെങ്കിൽ കറന്റ് മേ ബി 2 ആംപിയർ. അല്ലെ? അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. അപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുവാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. അപ്പൊ V വേഴ്സസ് I, VI ഗ്രാഫ് ഫോർ ഓമിക് മെറ്റീരിയൽ വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടൊരു വഴിയുണ്ട്. സി, നമുക്ക് ഇവിടുന്ന് വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ റെസിസ്റ്റൻസ്? R വിൽ ബി ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ I. അല്ലെ? ഇവിടെ ഈ ഗ്രാഫിന് നമുക്കൊരു സ്ലോപ്പ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്ലോപ്പ്? സ്ലോപ്പ് എന്ന് വെച്ചാൽ y ആക്സിസിലുള്ള ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x ആക്സിസിലുള്ള ക്വാണ്ടിറ്റി എന്നാണ്. അപ്പൊ ഇവിടെ സ്ലോപ്പ് വരയ്ക്കണമെങ്കിൽ ഞാനൊരു ട്രയാംഗിൾ സിമ്പിൾ എടുത്തു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഇസ് V2 ആൻഡ് ദിസ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഇസ് V1. ഇതിനെ നമുക്ക് കറന്റ് നമുക്ക് I1 എന്നും I2 എന്നും മാർക്ക് ചെയ്യാം. റൈറ്റ്? അപ്പോ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്, സ്ലോപ്പ് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ സ്ലോപ്പ് ഓഫ് സ്പീഡ് ടൈം ഗ്രാഫ് വിൽ ഗിവ് യു ആക്സലറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെ? സ്ലോപ്പ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ I2 മൈനസ് I1. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ I2 മൈനസ് I1. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡെൽറ്റ V ഡിവൈഡഡ് ബൈ ഡെൽറ്റ I എന്ന് എഴുതാം. V by I is nothing but what? Resistance. അപ്പൊ സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ് വിൽ ബി ഈക്വൽ ടു റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പുതിയ ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ ഓംസ് ലോന്റെ എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ ഓഫ് ഓംസ് ലോ ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ വി വിൽ ബി ഡിസ്കസിങ് മോർ അബൌട്ട് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. There are many factors on which resistance of a conductor depends. Resistance കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്, SI യൂണിറ്റ് ഉണ്ട്, ഡെഫിനേഷൻ ഓഫ് SI യൂണിറ്റ് പഠിക്കാനുണ്ട്. അതുപോലെ എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ ഓഫ് ഓംസ് ലോ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിച്ചു, SI യൂണിറ്റ് പഠിച്ചു, ഫോർമുല വെച്ചുകൊണ്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യാന്ന് പഠിച്ചു, ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. ഓംസ് ലോനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലിംഗ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ ടു ഓൾ ഓഫ് യു.